കിച്ചാവണി ഈ ഫാൻ ഇച്ചിരി കുറച്ച് കിച്ചാവണി. മമ്മിക്ക് ഇവിടെ ചൂടാന്ന് പറഞ്ഞോണ്ട് ഇവിടെ ബാക്കിയുള്ളവർ തണുത്ത് പറിച്ചിരിക്കുവാണ്. അമ്മി രാവിലെ വയലന്റ് മോഡാണോ അമ്മി? അമ്മയുടെ പത്രം വായിച്ചോ? ഇവിടെ ഓരോരുത്തർ ജാക്കറ്റ് ഇട്ടേക്കണം. കിച്ചാമണിയാണെങ്കിൽ അവളെക്കാളും വലിയ ഡ്രസ്സ്. 50 വയസ്സിന്റെ ഡ്രസ്സും 10 വയസ്സിന്റെ ബോധമായിട്ട് ഇവിടെ ഒരാള്. അവള് മിണ്ടുന്നില്ലല്ലോ. എന്നാടി കിച്ചാണ് നീ മിണ്ടാതിരിക്കണേ? പറയടി. നിന്റെ രാവിലെ ഒരു ചിരി കേട്ടില്ലെങ്കിൽ ഒരു രസമില്ലെന്നേ. എന്നാന്നേ എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ കുറ്റം പറിച്ചോണ്ട് രാവിലെ? ഇച്ചാമണി എടി നിനക്ക് ഇത്രയും പക്വത കൊള്ളില്ല കേട്ടോ. നീ ഇങ്ങനെ പക്വത ഇട്ടിട്ട് കഴിഞ്ഞാൽ രസമില്ല. നീ ചിരിച്ച് കളിച്ചിരുന്നേ. നീ ചിരിക്കുവാണോ? അത് ഈ ഡ്രസ്സ് വന്നപ്പോഴത്തേക്കും മൊത്തത്തിലങ്ങ് മാറിപ്പോയേ. കിച്ചനോട് മിണ്ടാൻ തന്നെ വീഡിയോ ആവുന്നു. എന്തോ ഒരു വലിയ ആളായ പോലെ നിനക്ക് തോന്നുന്നുണ്ടോ? ദിവ്യ ആ ഓമനത്വം കുട്ടിത്വം അങ്ങ് മാറി ഈ ഡ്രസ്സ് വന്നപ്പോഴത്തേക്കും. എല്ലാരും പോവാണോ വീട്ടിൽ നിന്ന്? എന്നോട് പറയണ്ട, എന്നെ കൊണ്ട് പറ്റിയല്ല. ജോലിയാണ് ഇതെല്ലാം കൂടെ ചെയ്യാനൊന്നും. അയ്യടാ എല്ലാരും ഓരോന്ന് എന്നെ എത്തിച്ചിട്ടുണ്ടോ? വേണ്ട, എനിക്ക് പറ്റില്ല. പണ്ടാരാണ്ട് പറഞ്ഞാലോ, നല്ല അമ്മയമ്മ എന്നുള്ള പേര് കേൾപ്പിക്കാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാ പണിയും ചെയ്ത് ഇങ്ങനെ എല്ലാരെയും പ്ലീസ് സന്തോഷിപ്പിച്ച് നിർത്തി ജീവിക്കണം. ഇച്ചിരി നല്ല അമ്മായിമ്മ ആകണില്ല. ഇച്ചിരി മോശമായിക്കോട്ടെ. എന്നാ പത്രത്തിൽ മാത്രം കാര്യമായിട്ട് വായിക്കാൻ? പത്രത്തിലുണ്ടോ? ഇതൊക്കെ പത്രക്കാരൻ നേരത്തെ വരുമായിരുന്നു, വായിക്കാൻ നേരം ഉണ്ടായിരുന്നു. അങ്ങനെ പത്രക്കാരൻ താമസിച്ചു പോയുണ്ട്. വാർത്തയുടെ ചൂട് കുറഞ്ഞു പോയോ? അതുകൊണ്ടല്ല, 6 മണിയാകുമ്പോ പത്രം കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ. എന്നാൽ 6 മണിയാകുമ്പോൾ നമ്മുടെ പണിയെല്ലാം തീർത്ത് വെക്കുവാണെങ്കിൽ പത്രം കിട്ടുമ്പോൾ സുഖമായിട്ടിരിക്കാൻ പറ്റില്ലേ? നമ്മുടെ ആൾക്കാരെന്നാ ഇങ്ങനെ നമ്മുടെ സമയം മാനേജ് ചെയ്യാൻ ഒട്ടും അറിയാൻ പാടില്ല. എന്നാ ഉച്ചയാകുമ്പോൾ ഏറ്റു വരും, എല്ലാം ചെയ്ത് കിട്ടും. ചായ കാപ്പി ഭക്ഷണം എല്ലാം മുമ്പിൽ വരും. പോകും. എന്റെ സമയം ഞാൻ മാനേജ് ചെയ്യുന്നു, അതുപോലെ മമ്മി ഒന്ന് സമയം മാനേജ് ചെയ്ത് നോക്ക്. എനിക്കറിയാം ഇപ്പൊ വന്നാലേ ചായ കിട്ടുള്ളൂ, അതുകൊണ്ടത് ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കണേ. ഞാൻ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ മമ്മി ഇതുപോലെ പരാതി പറയില്ലേ? അപ്പൊ മമ്മി നേരത്തെ എണീക്കുന്നു, മമ്മിക്ക് പത്രം കിട്ടുന്നില്ല, അത് മമ്മിയുടെ പരാതി. ഞാൻ നേരത്തെ എണീറ്റ് എനിക്ക് ചായ കിട്ടില്ല എന്റെ പരാതി. അപ്പൊ ചായ കിട്ടുന്ന സമയത്ത് എണീക്കുകയാണെങ്കിൽ കറക്റ്റ് ആയില്ലേ? അല്ല ചേച്ചി, ഐഡിയ എങ്ങനെയുണ്ട്? അതല്ല നല്ല ഐഡിയ. മമ്മി പറഞ്ഞേ, മമ്മീനെ ഉപദേശിച്ചില്ലേ പെണ്ണ് കെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നും ചെയ്യില്ലടാ, അതൊക്കെ അവള് ചെയ്ത് തരുമെന്ന്. മമ്മി എന്നെ ഉപദേശിച്ചാടി, നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നോ മമ്മി. ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ ചായ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു ചായ പോലും കിട്ടില്ല. മമ്മി എന്നെ ഉപദേശിച്ചാ. ഹായ്, പ്രിന്റു, ദിവ്യ, കിച്ചാമണി, നമ്മുടെ മമ്മി. അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മമ്മി എന്നെ ഉപദേശിച്ചില്ലേ മമ്മി? എന്നാന്നോ? ഓ, മമ്മി അവിടെ ഭയങ്കര പത്രം വായിക്കുക. ഈ രാവിലെ തന്നെ ഈ പത്രം വായിച്ചവിടെ ഞെട്ടിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ വീതിയുള്ള ഇലയില്ലേ, പച്ചക്കളറും വെള്ളക്കുത്തൊക്കെ ഉള്ള, അതൊക്കെ ഭയങ്കര വിഷമാന്ന് പറഞ്ഞു. അരളിച്ചെടി വെച്ചാൽ ചത്തില്ലേ? ഇപ്പൊ കണ്ട 5 പശുക്കൾ ചത്തുന്ന അരളിച്ചെടി വെച്ച്. മമ്മി സൂക്ഷിക്കണ്ടേ? ഉള്ള ചീരയും അതും ഇതും കാടും വള്ളയൊക്കെ വെട്ടിയെടുത്ത്. ഓ, ചീര വയലന്റ് ആകരുത്.
ചീര പോലെയാണ് അരളിച്ചെടി, അതുപോലെ കുറേ വിഷച്ചെടികളുടെ പേര് നാള് പത്രത്തില് മാസികയിലാണ്, വനിതയിലാണ്. മമ്മി കഴിഞ്ഞ ദിവസം വെട്ടിക്കണ്ടിച്ചെടുത്ത് കഴിച്ച് മമ്മി ആദ്യമായിട്ട് കഴിക്കുന്നതല്ലേ? ആദ്യമായിട്ട് കഴിക്കുന്ന ചീര. അത് അതെങ്ങനെ അറിയാൻ പലരും കഴിക്കണം, നമുക്കില്ലാത്തത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് അത് കഴിച്ചാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അത് കഴിച്ചിട്ട് തന്നെ ആരോഗ്യത്തോടെ ഇരിക്കണില്ലേ? ഇച്ചിരി മൂച്ച് കൂടിയെങ്കിലും ആ സർക്കാർ എനിക്കുണ്ടല്ലോ. പോരട്ടെ, ഞാനും പോവാടി. എന്നെ കൂടെ കൊണ്ടോടി അങ്ങോട്ടെങ്കിലൊക്കെ. എങ്ങനെ കിച്ചാണ് ഇതിന്റെ കോളർ എങ്ങനെ ഇരിക്കണേ? ഞാനമ്മേ അവളെ കാണുമ്പോ ഇങ്ങനെ കിള്ളാൻ തോന്നുവാണേ. ഓഹോ, ഇവിടെ എല്ലാരും കൊഞ്ചിച്ച് തലക്കേറ്റ് വെച്ചേക്കോ കേട്ടോ.